ഒന്ന് കരയുന്നുണ്ടോ? കരഞ്ഞ മോനെ കരഞ്ഞുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ബോൺ ബേബീസിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നീ ബർപ്പ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികളെ ബർപ്പ് ചെയ്തില്ല അങ്ങനെ കാര്യം ഭയങ്കര ഗ്യാസ് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും, നിർത്താണ്ട് ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു നീ എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ ഇട്ടേക്കാം, നമുക്ക് അറിയാവുന്നൊരു കാര്യം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാലോ. നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഇങ്ങനെ തോളിൽ ഇങ്ങനെ കിടത്തുക, ഈ വയറ് നമ്മളെ തോളിനകത്തോട്ട് ചേർന്നിട്ട് നോക്കണം നമ്മളെ ഫേസ് ഒക്കെ ക്ലിയർ ആയിട്ട് പുറത്താണോ, അല്ലാണ്ട് തോളിൽ ഇങ്ങനെ അമിങ്ങി കിടക്കണോ എന്നൊക്കെ നോക്കണം. ഇങ്ങനെ ഫേസ് എപ്പോഴും ചരിച്ചു വെക്കണം, ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെ മുതുകത്തിട്ടിട്ട് ഇത് ഇങ്ങനെ തട്ടണം. ഇതിന്റെ ഒരു കുറച്ചു നേരം ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ് പൊക്കോളും. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഇത് ഇങ്ങനെ മടിയിൽ ഇങ്ങനെ ഇരുത്തണം, ഇച്ചിരി കയറ്റി ഇരുത്തണം. കണ്ട കുണ്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ പുറത്തിരിക്കുന്ന മതി. അപ്പൊ ഇത് ഉണ്ടായി ഇപ്പൊ ഒരു കരയുന്ന ഒരു ഫേസ് ആണ്, ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശരിയാണ്. അപ്പൊ അതിന് ഭയങ്കര സുഖം. ഇതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ താത്തി കിടത്തുമ്പോൾ അതിന്റെ വയറ് അതിന്റെ ഈ കാലിൽ അമിങ്ങി ഇരുന്നിട്ട് ഇതിങ്ങനെ മുതുകത്തിട്ട് നമ്മൾ നേരത്തെ തട്ടിയതുപോലെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടണം. ഇങ്ങനെ തട്ടാൻ നേരത്ത് പെട്ടെന്ന് ഗ്യാസ് ഓൺ ലൈറ്റ് എടുത്ത് ഇങ്ങനെ ഇരുത്തി തട്ടുന്ന ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ കാല് അടുപ്പിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ വയറ് നമ്മളെ തൊടയിൽ അമിങ്ങി കിടക്കുന്നതാണ് കിടത്തണം. ഇങ്ങനെ കിടത്തിയിട്ട് കണ്ടോ അത് കിടക്കുന്നുണ്ടോ, ഇങ്ങനെ തട്ടി കൊടുക്കാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് ഗ്യാസും. പിന്നെ വേറൊരു സാധനമുണ്ട്, ഇതിങ്ങനെ കിടത്തിക്കൊണ്ട് തന്നെ ഇത് കണ്ടത് ഇതിന്റെ മുതുകത്തുന്നത് ഇങ്ങനെ ഈ രണ്ടുപേരിൽ വെച്ചിട്ട് ഇതിങ്ങനെ 8 വരച്ചു കൊടുത്താൽ മതി. തോളിന്റെ ഇവിടുന്ന് ഇങ്ങനെ നടുവിന്റെ ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഇങ്ങനെ 8 കണക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താലും പെട്ടെന്ന് ഗ്യാസും ഇങ്ങനെ കാലിൽ ഇരുത്താൻ പറ്റാത്തൊരിത് ഇങ്ങനെ നേരെ ബെഡിൽ ഇരുത്തണം. കണ്ട ഇങ്ങനെ പല ഐറ്റമൊക്കെ കാണിക്കും. ചിലപ്പം കാലൊക്കെ കുത്തിപ്പൊങ്ങും, അങ്ങനെയല്ല കരയരുത്. ഇപ്പൊ കരയില്ല ഞാൻ പറയുമ്പോ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇത് ഇങ്ങനെ തട്ടിക്കൊടുത്താലും പെട്ടെന്ന് ഗ്യാസും. ഗ്യാസ് കളയുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഈ പിള്ളേരുടെ ഗ്യാസ് ഇങ്ങനെ തങ്ങി നിന്നിട്ട് ഇവർക്ക് വയറ്റുവാനായിട്ട് കിടന്ന് കരയും. അപ്പൊ നമ്മൾ ഈ ഫീഡിങ് കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ബർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇവിടെ ഇങ്ങനെ പിടിക്കണം, താടിയിലിന്റെ ഇവിടെ, എന്നിട്ട് കറക്റ്റ് ആയിട്ടൊക്കെ പിടിക്കണം കേട്ടോ. ഇതിന്റെ വയറ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടന്നിട്ട് ഇതിന് നല്ല വയറുവേദനയുള്ള സമയത്ത് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കിടത്തി നല്ല വയറുവേദനയുള്ള സമയത്ത് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കിടന്നോളും. ഇതിപ്പോ കരയുന്നത് ഗ്യാസ് കയറിയിട്ടില്ല, അതിന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്ര ഡാർക്കായിട്ട് കരയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല, ഉറക്കം വന്നിട്ടാണ്. അപ്പൊ അതേ ഇങ്ങനെ കിടത്തി കണ്ണും തുറന്ന് കിടക്കും, അല്ലാണ്ട് ഉറങ്ങുമൊന്നുമല്ല. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഉറക്കിയിട്ട് എടുക്കുന്ന വീഡിയോ ഇരിക്കുന്നത്, അങ്ങനെയല്ല. ഇതിന് ഉറക്കം വന്നിട്ടാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു താലോലം കുഞ്ഞ്